അങ്ങനെ ഏതായാലും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് 11 തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ വെൽ അറ്റാക്കിങ്ങോട് കൂടി കളിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു മത്സരം ശ്രമിക്കുക എന്നുള്ളത് ഈ ഒരു ലൈനപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഏതായാലും സ്റ്റാർട്ടിംഗ് 11ലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസും, ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഷെഹീഫും, റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും കളിക്കുമ്പോൾ സെന്റർ ബാക്കുകളായിക്കൊണ്ട് ബികാഷും ജുവാൻ റോഡ്രിഗസും, ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ അറ്റാക്കേഴ്സ് ആയിക്കൊണ്ട് ലഗാത്തോറും ലൂണയും കളിക്കും. ലഗാത്തോറിന് തൊട്ട് മുന്നിലായി ലൂണയും. ഇനി വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ കോറോ സിംഗിനെയും, റൈറ്റ് വിങ്ങിലാണെങ്കിൽ നമുക്ക് നോഹ സദോയെയും കാണാൻ സാധിക്കുന്നതാണ്. ഇനി മുന്നേറ്റ നിര അഥവാ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ കോൾഡോ ഒബേറ്റിയെയും അതോടൊപ്പം തന്നെ തിയാഗോ ആൽവസിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ മത്സരത്തിലെ കുറച്ച് ആ ഒരു നിമിഷമാണെങ്കിലും തിയാഗോ ആൽവസിന്റെ ആ ഒരു ഭാഗത്തുനിന്നുള്ള പ്ലേയിങ് സ്റ്റൈൽ കണ്ടതിന് ശേഷമായിരിക്കണം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിട്ടുള്ള ഡേവിഡ് കാറ്റാല ഈ ഒരു താരത്തെ ആദ്യ ഇലയിൽ തന്നെ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം എന്നുള്ളത്. ഏതായാലും തിയാഗോയുടെ ആ ഒരു മാച്ച് അഥവാ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയിങ് കാണാനാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നിലവിൽ കാത്തിരിക്കുന്നത്. ഏതായാലും ഒരു വെൽ ആയിട്ടുള്ള അഥവാ ഒരു മികച്ച ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെയാണ് ഡേവിഡ് കാറ്റാല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ എത്ര സ്കോറിനാകും വിജയിക്കുക എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.